മലയാളത്തിൽ നിന്ന് അടുത്ത ആഴ്ചയിലൊരു മെയിൻ റിലീസുണ്ട്. നമ്മുടെ ജോൺ പോൾ ജോർജിൻ്റെ ആശ എന്ന് പറഞ്ഞ സിനിമ, മൂന്നാമത്തെ സിനിമ. അതായത് പുള്ളി നമ്മുടെ ഗപ്പി അമ്പിളി പിന്നെ രോമാഞ്ചത്തിൻ്റെ പ്രൊഡ്യൂസറുമാണ്. സോ അവരുടെ ആശ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഇന്ദ്രൻസ് ആണ് മെയിൻ ക്യാരക്ടർ. പിന്നെ നമ്മുടെ ജോമോൻ ജോദർ അങ്ങനെ കുറച്ച് ആൾക്കാർ അഭിനയിക്കുന്നുണ്ട്. സോ നമുക്ക് അതിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. KSRന്റെ ഡോർ സിറ്റുവേഷനാണ്. വീട് വരെ പണം വെച്ചിട്ട് പണം ചെയ്യുന്നത് സൂപ്പർ സ്റ്റാർ കരണ്ട് നായകൻ ഒരൊറ്റ ലൊക്കേഷൻ. ഈ സ്ഥലം എനിക്കറിയാം. മദൻ ഗൗരി ഒരു ഹോസ്പിറ്റലാണ്. ആശ പറഞ്ഞ ഈ ഫ്ലാഷ് എല്ലാവരും കേൾക്കും. ഞാൻ പറഞ്ഞ ഷൂട്ട് பண்ண கேமரா. ஓ பரவாயில்லை. ஆஷா தூத்துற வெப்ரான் ஒரு பொடிக்கு நோக்கி ரா கேமரா ரோலிங் சார் அச்சோ அம்மட்ட கொண்டாடி ஆளு கொண்டாடியா இது என்ன ஜீவி பூமி நீங்க என்ன பண்ணுங்க கொண்டாடி சாவு என்ன ஜீவிதா താഹർ വലിയൊരു ട്വിസ്റ്റൊക്കെ വേണ്ടി അയാളുടെ കുഞ്ഞാണ് അസുഖം. ചെറിയ എനിക്കത് കിഴക്കും എന്നാലും അവന്റെ കുഞ്ഞാണ്. ആണോ അസുഖം? അത് മറ്റേ പറഞ്ഞ ഡയലോഗല്ലേ അത്? മീശവാദ തന്നെ സുഗുണം പോകരുത്. ബ്ലാക്ക് കിരീടവും ചൂടി നാം തേടി നടന്നത് സൗഖ്യമോ മൃത്യുവോ? ബ്ലാക്കിലെ മറ്റേ ലാലിൻ്റെ മറ്റേ ഡയലോഗില്ല. അഞ്ചാം തീയതി അല്ലേ സിംഗം കയറി പോകുന്നുണ്ടല്ലോ. എന്തത് വേറൊരു സാധനം ഡ്രോണാണ്. മറ്റേ ഇത് ഹോളിവുഡിന്റെ മറ്റേ ആ ലൈനിലാണ് അവർ. അത് മനസ്സിലായല്ല, മറ്റേ ഒരു ചെറിയ സാധനം പറന്ന് അങ്ങോട്ട് പോകും. കിളിയായിരിക്കും. കിളി ഇത്ര വൃത്തിക്ക് ഉറക്കുന്ന കിളി. ആക്ച്വലി പുള്ളിയുടെ ഇതിനു മുമ്പ് 2 പടങ്ങളുടെ ടോണയല്ല ഇതിന് അല്ലേ? ഇത് കംപ്ലീറ്റ്ലി കുറച്ച് ഇതെനിക്ക് മറ്റേ പണ്ടൊരു ഫഹദിന്റെ ഒരു പടമാണ് മൺസൂൺ മാങ്കോ. മൺസൂൺ മാങ്കോസ്. അതിന്റെ ഒരു അതായത് വിഷ്വലി ഭയങ്കര വേറിട്ട് നിൽക്കുന്ന ഒരു സ്റ്റൈല്, വിഷ്വൽ സ്റ്റൈൽ. ഇത് തന്നെ കുറച്ച് ഓവർ ദ ടോപ്പ് ഹ്യൂമർ തന്നെ കുറച്ച് ഓവർ ദ ടോപ്പ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ നോർമൽ മീറ്ററിനേക്കാൾ കുറെ അല്പം കൂടെ മേളിൽ നിൽക്കുന്ന ഹ്യൂമർ ആണെന്ന് തോന്നുന്നത് ഇതിന്റെ പരിപാടി. ഹ്യൂമർ, ലുക്ക് അങ്ങനെ സിനിമയ്ക്കുള്ള സിനിമയാണ്. ആ ഫ്ലാറ്റില് ഒരു സിനിമ ഷൂട്ടിംഗ് വരുന്നു, ക്രൂ വരുന്നു, എന്തോ നടക്കുന്നു എന്നുള്ള സംഭവമാണ്. പിന്നെ പുള്ളിയാണ് അവിടെ കെയർടേക്കറാണ്. അപ്പൊ ആശ എന്നാണ് പുള്ളി വിളിക്കുന്നത് ഇന്ദ്രൻസിന്റെ ക്യാരക്ടർ. പിന്നെ അത് പുള്ളി വർഷങ്ങളായിട്ട് അഭിനയിക്കാൻ ആയിരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ അത് എനിക്ക് ഈ പുള്ളിയുടെ ഇതിനു മുമ്പ് 2 പടത്തിന്റെയും മൂടെ അല്ല ഇതിന് കുറച്ചുകൂടെ. പിന്നെ ആക്ച്വലി പടത്തിന്റെ ഒരു പാട്ട് ഭയങ്കര ഹിറ്റാണ്. കുഞ്ഞിക്കവൾ മേഘമേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് ഭയങ്കര ഹിറ്റ് പാട്ടാണ്. അതായത് വിനായക് ശശികുമാർ എഴുതുന്ന പുള്ളിയുടെ പടത്തിലെ എല്ലാ പാട്ടിലും. അപ്പൊ ആ പാട്ടെന്ന് പറഞ്ഞാൽ സൂരജ് സന്തോഷമാണ് പാടാൻ. പുള്ളിയാണ് ആ ഹിറ്റ് പാട്ടുകളെല്ലാം പാടും. ഇപ്പൊ ആരാധിക ആയാലും ഇവരെ തനിയെ ഒക്കെ പാടുന്ന പോലെ ഇതിലെ കുഞ്ഞിക്കവൾ പാട്ട് ഭയങ്കര നല്ല ഇപ്പൊ ഭയങ്കര റീച്ചുള്ള പാട്ടാണ്. നല്ല രസമാണ് പാട്ട്. അപ്പം ഇതെന്നാണ് അടുത്ത ആഴ്ച 5-ാം തീയതി ഫെബ്രുവരി 5-ാം തീയതിയാണ് പടം. ഫെബ്രുവരി 5-6 കുറച്ച് പടങ്ങൾ റിലീസുണ്ട്. 6 കുറച്ചധികം തമിഴ് പടമൊക്കെ തമിഴിൽ നിന്നൊക്കെ പടങ്ങൾ വരുന്നുണ്ട്. സോ അപ്പം ആശാനം കാണുന്നതായിരിക്കും.